ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഡിസേർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിസേർട്ടാണ്. ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന, ഷുഗർ ഒട്ടും ചേർക്കേണ്ടാത്ത, വേണമെങ്കിൽ ചേർക്കുകയും ചെയ്യാം, അങ്ങനെയുള്ള ഒരു ഡിസേർട്ടാണ്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. പുതിയ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ ഡിസേർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് കണ്ടില്ലേ, എണ്ണം പറയുകയാണെങ്കിൽ ഒരു 8, 10, 12 ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഡേറ്റ്സ് കുറച്ചെടുക്കുക, കുറച്ച് ബദാം എടുക്കുക, ഇതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുക്കുക. അങ്ങനെ എല്ലാം നമുക്ക് ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് വെള്ളവും ഒഴിച്ചു കൊടുത്തു കേട്ടോ, 1 കപ്പ്. ഇനി അതവിടെ കുറച്ച് സമയം അങ്ങനെ വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ടതിന് ശേഷം നമ്മളത് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് അങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചിയ സീഡ്സാണ് കേട്ടോ. ചിയ സീഡ്സ് എല്ലാവർക്കും അറിയുമായിരിക്കും, സൂപ്പർ മാർക്കറ്റുകളിലും ഓൺലൈനായിട്ടും എല്ലാം മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അത് ഒരു 2 സ്പൂണ്, 1.5 സ്പൂണ് വേണ്ടവർക്ക് മതി, അല്ലാത്തവർക്ക് ഇല്ലാതെയും കഴിക്കാം. അത് നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ടും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടുമൊക്കെയാണ് കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ അതും കുറച്ച് സമയം അങ്ങനെ വെള്ളത്തിൽ കിടക്കുമ്പോഴത്തേക്ക് അതങ്ങ് നല്ലപോലെ അലിഞ്ഞ് അത് വേറൊരു രൂപത്തിലായി മാറും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആദ്യം വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഡേറ്റ്സും എല്ലാം നമ്മൾ അരച്ചെടുത്തതാണ് നിങ്ങൾ കണ്ടതിപ്പോൾ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് കസ്റ്റാർഡാണ്, കസ്റ്റാർഡ് പൗഡറാണ്. ഇവിടെ ഞാൻ വാനിലേൻ്റെ ഫ്ലേവറുള്ള കസ്റ്റാർഡാണ് എടുക്കുന്നത്. അപ്പം പിന്നെ അത് നമുക്ക് കുറച്ച് നല്ല പോലെ ഒരു തിക്കായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല പോലെ എടുത്തോളൂ കേട്ടോ. ഞാനിവിടെ ഒരു 4 സ്പൂണ് 5 സ്പൂണെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കസ്റ്റാർഡ് പൗഡർ നമുക്ക് കുറച്ച് പാലെടുത്തിട്ട് അതൊന്ന് ഒരു പേസ്റ്റ് പരുവത്തിൽ ആക്കി വയ്ക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് കട്ടയായിട്ടൊന്നും ഇല്ലാതെ ഇരിക്കുള്ളൂ. കസ്റ്റാർഡ് പൗഡറിൽ അത്യാവശ്യം നല്ല പാല് ചേർത്തിട്ട് അതൊന്ന് ഒരു പേസ്റ്റ് പരുവാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ അതങ്ങ് മാറ്റി വെച്ചു. പിന്നീട് നമ്മൾ ഒരു 1/2 ലിറ്റർ പാല്, ഞാനിവിടെ 1/2 ലിറ്ററാണ് എടുത്തത്. 1/2 ലിറ്റർ പാലിൽ നമ്മൾ നല്ലപോലെ തിളപ്പിക്കുക കേട്ടോ പാല്. അപ്പോൾ ഈ പാല് നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ച അണ്ടിപ്പരിപ്പ്, ബദാം, ഡേറ്റ്സ് ഇതിൻ്റെ പേസ്റ്റ് ഇത് തിളച്ചതിന് ശേഷം ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കണം. പിന്നീട് ആ പേസ്റ്റ് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് അത് നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കുക. കസ്റ്റാർഡ് ഒഴിച്ച് ഒന്ന് നല്ലപോലെ ചൂടായിട്ട് നല്ല തിക്കാവുമ്പോൾ നമ്മൾ ഈ പാലങ്ങ് വാങ്ങി വെക്കുക കേട്ടോ. ഈ പാലിൻ്റെ ഇത് വാങ്ങിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. എന്നിട്ടിത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിക്കണം. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. നല്ലപോലെ തണുത്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതെല്ലാം നല്ലപോലെ തിക്കായിട്ട് വരികയും ചെയ്യും.
ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത് എല്ലാം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തിളച്ച് വന്നു. ഇനി കസ്റ്റാർഡ് പൗഡർ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എടുത്തത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു 2 സ്പൂണും കൂടിയും ആഡ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സ്പൂണും കൂടിയും കൂട്ടിക്കോളൂ. ഒരു 4, 5, 6, അപ്പോൾ ഒരു 6-7 സ്പൂണ് കസ്റ്റാർഡൊക്കെ എടുത്തോളൂ. അപ്പോഴേ ഉള്ളൂ നല്ല തിക്കായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തണുപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചാൽ മാത്രമേ ടേസ്റ്റ് വരുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇനി പിന്നെ പഞ്ചസാര വേണമെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാമായിരുന്നു. വേണമെങ്കിൽ പാലിൽ തന്നെ നമുക്ക് പഞ്ചസാര ഇടാം. നല്ല മധുരം വേണ്ടവർക്ക് ഉണ്ടാവില്ല. പക്ഷേ ഷുഗർ പേഷ്യൻസ് ആയിട്ടുള്ള ആളുകൾക്ക് നല്ല എഫക്റ്റീവാണ്. കാരണം ആ ഡേറ്റ്സിൻ്റെ മധുരം എല്ലാം ഉണ്ടാവും, പിന്നെ ഫ്രൂട്ട്സും ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ മധുരത്തിൻ്റെ ആവശ്യം അവരുടെ മധുരത്തിനുള്ളതായിട്ടുണ്ടാവും. പിന്നെ മറ്റുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മധുരം ആഡ് ചെയ്തിട്ട് കുടിക്കാം. അപ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിസേർട്ട് തന്നെയാണിത്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി നോക്കി കഴിച്ചു. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഹായ്. അപ്പോൾ കണ്ടില്ലേ, ഇതാ അടിപൊളി ഡിസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല സൂപ്പറാണ്. അപ്പോൾ ഇതാ നല്ല അടിപൊളി ഡിസേർട്ട് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ പുതിയ ആളുകൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.